എല്ലാവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭിന്നശേഷി സൗഹൃദ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദ ബിൽഡിങ്ങുകൾ എന്നാൽ എന്താണെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കുമല്ലോ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഭിന്നശേഷി സൗഹൃദം എന്ന് പറയുന്നത് വളരെ വലിയൊരു കോൺസെപ്റ്റാണ്. ഭിന്നശേഷിക്കാർക്ക് ഏറ്റവും അനുയോജ്യകരമായ രീതിയിൽ രാജ്യത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ വലിയൊരു കോൺസെപ്റ്റാണ് ഭിന്നശേഷി സൗഹൃദം അല്ലെങ്കിൽ ആക്സസിബിൾ ഇന്ത്യ എന്ന് പറയുന്ന വളരെ വലിയൊരു ക്യാമ്പയിൻ. ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ എല്ലാ ബിൽഡിങ്ങുകളായിക്കോട്ടെ, എയർപോർട്ടുകളായിക്കോട്ടെ, റെയിൽവേ സ്റ്റേഷൻസ് ആയിക്കോട്ടെ, വെബ്സൈറ്റുകളായിക്കോട്ടെ, ഇൻഫർമേഷൻ സെൻ്ററുകളായിക്കോട്ടെ, എല്ലാ സ്ഥലങ്ങളിലും വളരെ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഭിന്നശേഷിക്കാർ യാതൊരു തടസ്സവും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റുക എന്നുള്ളതാണ് ആക്സസിബിൾ ഇന്ത്യ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ആക്സസിബിൾ ബിൽഡിങ്സ് എന്ന് പറയുന്നത്. ആക്സസിബിൾ ബിൽഡിങ്സ് എന്ന് പറയുന്നത് ഭിന്നശേഷി വ്യക്തികൾക്ക് ഏതരം ഭിന്നശേഷി ആയിക്കോട്ടെ, ലോക്കോമോട്ടർ ഡിസബിലിറ്റി ആയിക്കോട്ടെ, വിഷ്വൽ ഇമ്പയർമെൻ്റ് ആയിക്കോട്ടെ, അതുപോലെ ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ആയിക്കോട്ടെ, ഏതൊരു ഡിസബിലിറ്റി ആയിക്കോട്ടെ, ഏതൊരു ഡിസബിലിറ്റി ഉള്ള വ്യക്തിയാണെങ്കിലും അവർക്ക് ആ ഒരു കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിലേക്ക് ചെല്ലുവാനും അവിടെ നിന്ന് കൃത്യമായ രീതിയിൽ യാതൊരുവിധ തടസ്സവും കൂടാതെ അതിൻ്റെ ഉള്ളിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടത്തി തിരിച്ച് സ്വന്തമായിട്ട് തന്നെ യാതൊരു തടസ്സവും കൂടാതെ പുറത്തേക്ക് ഇറങ്ങി വരാനുള്ള ഒരവസ്ഥ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകളെയാണ് ആക്സസിബിൾ ബിൽഡിങ്സ് അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദ കെട്ടിടങ്ങൾ എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഈ ഭിന്നശേഷി സൗഹൃദ കെട്ടിടങ്ങൾ അല്ലെങ്കിൽ ആക്സസിബിൾ ബിൽഡിങ്സിന് നമുക്ക് പ്രധാനമായിട്ടും അതിൻ്റെ ഫെസിലിറ്റീസിനെ രണ്ടായിട്ട് തരയ്ക്കും. ഒന്ന് ഇൻഡോർ ഫെസിലിറ്റി എന്നും ഔട്ട്ഡോർ ഫെസിലിറ്റി എന്നും നമുക്ക് രണ്ടായിട്ട് തരത്തിരിക്കും. ഔട്ട്ഡോർ ഫെസിലിറ്റി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് അതിലേക്കുള്ള വഴികളാണ്. വഴികൾ എന്ന് പറയുന്ന ബിൽഡിങ്ങിലേക്ക് കയറി വരുമ്പോൾ കൃത്യമായ രീതിയിൽ നല്ല രീതിയിൽ ടാക്ടൈൽ ഫ്ലോറിംഗ് ഉണ്ടായിരിക്കും. കാരണം ഒരു ലോ വിഷനോ അല്ലെങ്കിൽ ബ്ലൈൻഡോ ആയിട്ടുള്ള ഒരാളുടെ അതിൻ്റെ കെയിൻ ഉപയോഗിച്ചിട്ട് നടന്നു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കൃത്യമായ രീതിയിൽ അവർ ഉപയോഗിച്ച് നടന്നു വരുന്ന സമയത്ത് യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് കൃത്യമായിട്ട് ബിൽഡിങ്ങിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ടാക്ടൈൽ ഫ്ലോറിങ്സും അതുപോലെ ഡയറക്ഷൻ ബോർഡുകളൊക്കെ കൃത്യമായ രീതിയിൽ പുറത്തുണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു ലോ വിഷൻ ആൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഡയറക്ഷൻ ബോർഡുകളായിരിക്കണം. ഹിയറിംഗ് ഇമ്പയർഡ് ആയ ആൾക്കാർക്ക് സംബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ലോ വിഷനുള്ള ആൾക്കാരെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പോൾ അല്ലെങ്കിൽ ബ്ലൈൻഡാണ് സംബന്ധിച്ച് ഒരു വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും വേണ്ടി വരിക. അപ്പോൾ എന്താണ് അവർക്ക് ആക്സസിബിൾ ആയ രീതിയിലുള്ള എല്ലാ തരത്തിലും വോയിസ് ബേസ്ഡ് ആയിട്ടുള്ള ഡയറക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ടാക്ടൈൽ ആയിട്ടുള്ള ഡയറക്ഷൻ ബോർഡുകളും കാര്യങ്ങളൊക്കെ അവിടെ വേണം. അതുപോലെ പാർക്കിങ്ങിൻ്റെ കാര്യമാണ് അടുത്തതായിട്ട് പറയാനുള്ളത്. പാർക്കിംഗ് എന്ന് പറയുന്നത് എൻട്രൻസിന് ഏറ്റവും അടുത്തായിട്ട് കൃത്യമായിട്ട് സജ്ജീകരിച്ചിരിക്കണം. അവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അത് ഭിന്നശേഷി വ്യക്തിക്ക് മാത്രമേ അവിടെ പാർക്ക് ചെയ്യൂ. അത് ഏത് വലിയൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ, ഈവൻ ഒരു 5 സ്റ്റാർ ഹോട്ടലായിക്കോട്ടെ, അല്ലെങ്കിൽ ഗവൺമെൻറ് ബിൽഡിംഗ് ഓഫീസുകളായിക്കോട്ടെ, എന്തെന്നെ ആയാലും അവിടെ ഏതൊരു ഓഫീസർക്കോ അല്ലെങ്കിൽ ഏതൊരു വലിയൊരാൾക്കോ പാർക്ക് ചെയ്യാൻ പറ്റുന്ന അതേ അവസ്ഥയിൽ തന്നെ അതിനേക്കാളൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് തന്നെ ഭിന്നശേഷി വ്യക്തിക്ക് അവിടെ പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ അടുത്തതാണ് റാമ്പുകളുടെ കാര്യം. കാരണം ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള ഒരാളെ സംബന്ധിച്ച് വീൽ ചെയറിലായിരിക്കും, ഇപ്പോൾ അത് മോട്ടറൈസ്ഡ് വീൽ ചെയർ ആയിരിക്കാം അല്ലെങ്കിൽ മാനുവൽ വീൽ ചെയർ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കയറിപ്പോകാൻ പറ്റുന്ന രീതിയിലുള്ള കൃത്യമായുള്ള റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള റാമ്പുകളായിരിക്കും. കൃത്യമായ സ്ലോപ്പുകളൊക്കെ വലിയൊരു സ്ലോപ്പൊന്നും ഒരിക്കലും ഇടാൻ പാടില്ല. കാരണം ഒരിക്കലും വീൽ ചെയറിലൊന്നും കയറില്ല. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള റാമ്പുകൾ, അതുപോലെ തന്നെ അതിനൊക്കെ ഹാൻഡ് റെയിലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള കൃത്യമായ രീതിയിലുള്ള റാമ്പുകളായിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഔട്ട്ഡോർ ഏരിയയെ സംബന്ധിച്ച് പറയുമ്പോൾ. നമുക്ക് ഇൻഡോർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിസപ്ഷനാണ്. റിസപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഏതൊരു ഗവൺമെൻറ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളും ചെന്ന റിസപ്ഷൻ ഉണ്ടായിരിക്കും. അത് ഒരു ആക്സസിബിൾ ആയിരിക്കണം. ഇപ്പോൾ നമ്മളൊരു വീൽ ചെയർ ബൗണ്ട് ഒരാൾ വരികയാണ്. വീൽ ചെയർ ബൗണ്ട് ഒരാൾ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് വീൽ ചെയർ ഇരുന്നു കൊണ്ട് തന്നെ ആ ഒരു റിസപ്ഷനിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ റിസപ്ഷൻ എന്ത് ചെയ്യണം, രണ്ട് തരത്തിലാക്കിയിട്ട് വയ്ക്കണം. ഒന്ന് നോർമൽ ഒരാൾ നിന്ന് സംസാരിച്ചിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, രണ്ടാമത്തെ ഒന്ന് താഴ്ത്തി ഒരു വീൽ ചെയറിൽ ഇരുന്ന ഒരാൾക്ക് കൃത്യമായ രീതിയിൽ എഴുതുവാനും കാര്യങ്ങളും കൂടെ സംസാരിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ഒരു താഴ്ത്തിയിട്ടുള്ള ഒരു റിസപ്ഷൻ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ടാക്ടൈൽ ഫ്ലോറിങ്സ്. അതായത് നമുക്കറിയാം, ലോ വിഷൻ ആയിക്കോട്ടെ, ബ്ലൈൻഡായ ആൾക്കാർ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കെയിനൊക്കെ ഉപയോഗിച്ച് കൃത്യമായിട്ട് നടന്ന് കൃത്യമായിട്ടുള്ള രീതിയിലേക്ക് സ്ഥലത്തേക്ക് പോകാൻ അവരെ ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ടാക്ടൈൽ ഫ്ലോറിങ്സ് ആയിരിക്കണം. അതുപോലെ സൈനേജ് ബോർഡുകളൊക്കെ അവർക്കും കൂടി വിസിബിൾ ആവുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷൻ ആയിരിക്കണം.
അതുപോലെ തന്നെ ഈ ഡയറക്ഷൻ ബോർഡുകളൊക്കെ എടുക്കുന്ന സമയത്ത് അവിടെ ബ്രെയിൻലി കൂടെ അവിടെ അപ്ലൈ ചെയ്തിരിക്കണം. ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള വീൽ ചെയർ ബൗണ്ട് ആയ ഒരാൾ ബ്ലൈൻഡ് കൂടെ ആണെങ്കിൽ അവർക്കും കൂടി യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഇപ്പോൾ ഒരു റൂമിൻ്റെ പുറത്തുള്ള നെയിം ബോർഡൊക്കെ കൃത്യമായ രീതിയിൽ ആ സൈസിലും ആ ഒരു ലെവലിലും അതോടൊപ്പം നമ്മുടെ ബ്രെയിൻലി കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ള നെയിം ബോർഡുകൾ ഡയറക്ഷൻ ബോർഡുകളൊക്കെ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ ബ്രെയിൻലികളെപ്പോൾ പറയുമ്പോൾ തന്നെ ഓഡിറ്ററി സിഗ്നൽസ് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. കാരണം ലോ വിഷൻ അല്ലെങ്കിൽ ബ്ലൈൻഡ് ആയ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് എന്താണ്, അവിടെ എത്തുമ്പോൾ കിട്ടുന്ന ഓഡിറ്ററി സിഗ്നൽസ് ആയിരിക്കും. കാരണം അവിടെ ഇപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന ഓഫീസാണ്, ഇത് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന ഓഫീസ്, അങ്ങനത്തെ ഇതിലെ ഡയറക്ഷൻസ് ഒക്കെ ഒരു ഓഡിറ്ററി സിഗ്നലായിട്ട് കിട്ടുകയാണെങ്കിൽ അത് വളരെയധികം അവർക്ക് ഉപകാരപ്പെടും. അത്തരത്തിലുള്ള ഓഡിറ്ററി സിഗ്നൽസ് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ് കയറുമ്പോഴായിക്കോട്ടെ റാമ്പുകളായിക്കോട്ടെ അവിടെ കൃത്യമായ രീതിയിലുള്ള ഒരു ഹാൻഡ് റെയിൽ, അത് ഏറ്റവും സ്റ്റെപ്പ് അവസാനിക്കുന്നവരെ കൃത്യമായ രീതിയിൽ ഹാൻഡ് റെയിലുകളും ഒക്കെ പിടിപ്പിച്ചിരിക്കണം. അത് പിടിച്ചായിരിക്കണം അവർ മുകളിലോട്ട് കയറി പോകുന്നത്. അപ്പോൾ അത്തരം സപ്പോർട്ടീവായിട്ടുള്ള ഹാൻഡ് റെയിലുകൾ ഉണ്ടായിരിക്കണം. അതുപോലെ അടുത്ത പ്രധാനപ്പെട്ട ആക്സസിബിൾ ടോയ്ലറ്റ്സ്. നമുക്കറിയാം ഒരു ഭിന്നശേഷി വ്യക്തി ലോക്കോമോട്ടർ ഡിസബിലിറ്റി ഉള്ള വീൽ ചെയർ ബൗണ്ട് ആയ ഒരാൾ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകൾ, അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാഷ് ബേസിനുകൾ, ടാപ്പുകൾ. ഇപ്പോൾ ഒരു രണ്ട് കൈയിനും കൈപ്പത്തി ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവർക്ക് പൈപ്പൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല, ടാപ്പ് തിരിച്ച് അവർക്ക് കൃത്യമായിട്ട് വെള്ളം എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ആക്സസിബിൾ ടാപ്പുകൾ, അതുപോലെ തന്നെ മറ്റുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവിടെ കൃത്യമായിട്ട് ആക്സസിബിൾ ടോയ്ലറ്റ് എന്ന കോൺസെപ്റ്റിൽ അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആക്സസിബിൾ ഡ്രിങ്കിങ് വാട്ടർ പ്രൊവിഷൻ, അവിടെ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് കൃത്യമായ രീതിയിൽ എല്ലാ ഭിന്നശേഷിക്കാർക്കും വന്ന് എടുക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള കൃത്യമായ സ്ഥലത്തായിരിക്കും വെച്ചിരിക്കേണ്ടത്. അവർക്ക് തടസ്സമൊന്നും കൂടാത്ത രീതിയിൽ ഇപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ നമ്മളൊരു വെക്കുന്നുണ്ടെങ്കിൽ അവിടെ കൃത്യമായിട്ട് അത് വഴിയിലൊന്നും വെക്കാത്ത രീതിയിൽ അത് കൃത്യമായിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലായിരിക്കണം. അതോടൊപ്പം തന്നെ ഇവർക്ക് ഇത് ആക്സസിബിൾ ആയിരിക്കണം, അതിൻ്റെ ഹൈറ്റൊക്കെ കൃത്യമായിട്ട് ഇതിൽ ഉണ്ടായിരിക്കണം. ഓഡിറ്ററി ആൻഡ് വിഷ്വൽ സൈനേജസ്, നമുക്കറിയാം കൃത്യമായ രീതിയിലുള്ള സൈനേജ് ബോർഡുകൾ അവിടെ ഉണ്ടായിരിക്കണം. അത് വോയിസ് രൂപത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ വിഷ്വലായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കളർ കോമ്പിനേഷനോട് കൂടിയിട്ട് കൃത്യമായിട്ടുള്ള ആ ഒരു ഹൈറ്റിലൊക്കെ ആയിരിക്കണം അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭിന്നശേഷി സൗഹൃദ കെട്ടിടങ്ങൾ എന്ന് പറയുന്നതിൽ. ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയാറുണ്ട്. ജസ്റ്റ് ഒരു ഐഡിയ മാത്രമാണ് എന്താണ് ഒരു ഭിന്നശേഷി സൗഹൃദ കെട്ടിടം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഓരോ പോയിന്റുകളെ കുറിച്ചും വളരെ വിശദമായിട്ട് പിക്ചർ സഹിതം മറ്റ് വീഡിയോകൾ ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും പൂർണ്ണമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബട്ടൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്യുക. താങ്ക് യു.